കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ യുഎൻ പൊതുസഭയിൽ ഇസ്രായേലിനെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല. ന്യൂയോർക്ക് നഗരത്തിൽ തന്നെ നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുത്തു നടത്തിയ പ്രസംഗവും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. സംഭവത്തിന് പിന്നാലെ പെട്രോയുടെ യുഎസ് വിസ റദ്ദാക്കിയാണ് ട്രംപ് ഭരണകൂടം പ്രതികാരം ചെയ്തത്. നേരത്തെ ഇസ്രായേലുമായുള്ള ആയുധ ഇടപാട് റദ്ദാക്കിയും നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചുമെല്ലാം ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു കൊളംബിയയിലെ പെട്രോ ഭരണകൂടം. ഇപ്പോഴിതാ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു. ഇസ്രായേലിൽ അവശേഷിച്ചിരുന്ന മുഴുവൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയിരിക്കുകയാണ് പെട്രോ. ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടിലയെ തടയുകയും 2 കൊളംബിയക്കാർ ഉൾപ്പെടുന്ന ആക്ടിവിസ്റ്റുകളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധിച്ചാണ് നടപടി. വാർത്ത വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗസ മുനമ്പിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഭേദിച്ച് അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള അടിയന്തര സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടില ആഴ്ചകൾക്ക് മുൻപ് സ്പാനിഷ് നഗരമായ ബാഴ്സലോണയിൽ നിന്ന് യാത്ര തിരിച്ചത്. സ്പെയിനിന് പിന്നാലെ സൈപ്രസിൽ നിന്നും തുനീഷ്യയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമെല്ലാം കൂടുതൽ ബോട്ടുകൾ കപ്പൽ വ്യൂഹത്തിനൊപ്പം ചേർന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 400-ലധികം സന്നദ്ധ പ്രവർത്തകരെ വഹിച്ചുകൊണ്ട് 40-ലധികം ബോട്ടുകളാണ് ഗസ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത്. 1 മാസത്തോളം നീണ്ട യാത്രയ്ക്കിടെ പലതവണ ഡ്രോൺ ആക്രമണത്തിലൂടെയും മറ്റും ഇസ്രായേൽ ഫ്ലോട്ടില സംഘത്തെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും ആരും പിന്മാറിയില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഘം ഗസ തീരത്തിന് തൊട്ടരികിലെത്തിയത്. എന്നാൽ അന്താരാഷ്ട്ര ജലാതിർത്തിയും പിന്നിട്ട് ഗസയുടെ തീരത്തേക്ക് കുതിക്കുന്നതിനിടെയായിരുന്നു ഇസ്രായേൽ നാവികസേന ബോട്ടുകൾ തടഞ്ഞത്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കപ്പൽ വ്യൂഹത്തെ ഗസ തീരത്തുനിന്ന് ഏകദേശം 150 നോട്ടിക്കൽ മൈൽ അകലെ വച്ചാണ് ഇസ്രായേലി നാവികസേന തടഞ്ഞത്. കപ്പലുകളിലേക്ക് അതിക്രമിച്ചു കയറിയ സൈന്യം സന്നദ്ധ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും ഇവരെ ഇസ്രായേലിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ജനീവ കൺവെൻഷൻ ഉടമ്പടികളുടെയും ലംഘനമാണെന്നാണ് ഫ്ലോട്ടില സംഘാടകർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയത്. തോക്കു ചൂണ്ടിയായിരുന്നു സന്നദ്ധ പ്രവർത്തകരെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി പിടിച്ചുകൊണ്ടുപോയത്. മാനുവേല ബെദോയ, ലൂണ ബറേറ്റോ എന്നിങ്ങനെ 2 കൊളംബിയൻ വനിതകളും ഈ സംഘത്തിലുണ്ടായിരുന്നു. ഇസ്രായേൽ നടപടിയുടെ വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഗുസ്താവോ പെട്രോ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ആക്രമണം അന്താരാഷ്ട്ര കുറ്റകൃത്യമാണ്. ഞങ്ങളുടെ പൌരന്മാരെ തടഞ്ഞുവച്ചാൽ അത് വെറുമൊരു പ്രസ്താവനയിൽ ഒതുങ്ങില്ല. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് കൊളംബിയയിലുള്ള ഇസ്രായേലിന്റെ എല്ലാ നയതന്ത്ര പ്രതിനിധികളെയും ഉടൻ പുറത്താക്കാൻ അദ്ദേഹം ഉത്തരവിട്ടത്. 2024 മെയ് മാസത്തിൽ തന്നെ കൊളംബിയ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചിരുന്നു. എന്നാൽ ഏതാനും ഉദ്യോഗസ്ഥർ ബൊഗോട്ടയിൽ തന്നെ തുടർന്നിരുന്നു. അവശേഷിക്കുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൂടി പുറത്താക്കാനാണ് പെട്രോ ഉത്തരവിട്ടത്. ഇതിനു പുറമെ ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അടിയന്തരമായി റദ്ദാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേലി കോടതികളിലും അന്താരാഷ്ട്ര കോടതികളിലും നിയമ നടപടികൾ സ്വീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ഫലസ്തീൻ വിമോചനത്തിനായി ഒരുമിച്ച് നിൽക്കാൻ പെട്രോ ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു. വംശഹത്യയെ അംഗീകരിക്കാത്ത രാജ്യങ്ങളെല്ലാം ചേർന്ന് ശക്തമായൊരു സൈന്യം രൂപീകരിക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പെട്രോ. പുതിയ നടപടികൾ കൂടിയായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇറ്റലി, സ്പെയിൻ, UK ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ ലാറ്റിൻ അമേരിക്കൻ നഗരങ്ങളിലും ആയിരങ്ങൾ തെരുവിലിറങ്ങി ഇസ്രായേലിനെതിരെ പ്രതിഷേധിച്ചു. മെക്സിക്കോ സിറ്റി, ബൊഗോട്ട, ബ്യൂണസ് ആയറിസ്, മോണ്ടെവിഡിയോ തുടങ്ങിയ നഗരങ്ങളെല്ലാം വമ്പൻ പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്.